ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ പൂവ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പാലപ്പൂവിൻ്റെ പുതിയൊരു വേർഷനാണ് കേട്ടോ. ഇത് ചിലയിടത്തൊക്കെ ഉണ്ട്, എന്നാലും 3-4 കളറിലാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് 2-3 കളറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നും മജന്തയാണ്, റോസാണ്, യെല്ലോ ആണ്, ഓറഞ്ചാണ്, ഇതിൻ്റെ നടുവിലൊക്കെ വരുന്ന പല പല കളേഴ്സാണെന്ന് തോന്നും. പക്ഷെ സത്യത്തിൽ അതല്ല, 2 കളർ അതിൽ ഉള്ളൂ. അതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത. പാലപ്പൂവിൻ്റെ വേറൊരു പാല, ഏഴിലം പാല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് ഒരുപാട് വരുന്നുണ്ട്. ഇത് നല്ല ഡാർക്ക് മെജന്തയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ മെജന്ത, അതിൻ്റെ നടുവിലായിട്ട് ഓറഞ്ച് വന്നിട്ടുണ്ട്. ശരിക്കും വിരിയാത്തതിന് ഉള്ള കളർ കണ്ട, ഇങ്ങനെ നല്ല ഭംഗി, നല്ല ക്യൂട്ട് ഫ്ലവറാണത് അല്ലേ. മുട്ടായാലും അത് വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പം നമുക്ക് റോസും അങ്ങനെ തന്നെയാണ്. നന്നായി വിരിയുന്നതിനേക്കാൾ മുട്ടിൻ്റെ ഭാഗം വിട്ട് വിരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട്, അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന റോസ് ഏതാ, ഒരുപാട് വിരിഞ്ഞത് നമ്മൾ കൊടുക്കില്ല, അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടുള്ളതല്ലേ കൊടുക്കുക. എന്ന് പറഞ്ഞ പോലെ തന്നെ കാണാൻ ഭംഗി ഏറ്റവും വിരിഞ്ഞതല്ല, അതിനേക്കാൾ കുറച്ച് പകുതിയായിട്ട് വിരിഞ്ഞാണ് ഈ ഒരു ഫ്ലവർ. നോക്കിയാൽ ഇതിൻ്റെ മുട്ടുണ്ട്, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. സൂചിമന പോലെ ചെറുതാണ്, കുഞ്ഞൻ ഒരു ഇതാണ് തോന്നുന്നത്. ഇത്രയും വലിയ ഫ്ലവർ ഉണ്ടാവണ മുട്ടാന്ന് നമുക്ക് തോന്നില്ല. അത് വിരിയാനായി വരുമ്പോഴത്തേനും ഇതിൻ്റെ ഒറിജിനൽ മജന്ത കളറിലേക്ക് വരും. പിന്നെ കണ്ട പാതി വിരിഞ്ഞ പൂവിൻ്റെ ഒരു കളർ നോക്കി, അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെയാണ് ഇത് ശരിക്കും വിടർന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരെതള് ഒരു ഭാഗം വളഞ്ഞിരിക്കും. അതാണ് നമുക്കിത് പിങ്ക് കളറിലേക്ക് കാണുന്നത്. അല്ലാതെ ആ ഫ്ലവറിൻ്റെ നടുക്ക് പിങ്ക് കളറല്ല അത്. അതിൻ്റെ തന്നെ ലീഫ് ഒരു സൈഡിലേക്ക് ഒന്നിച്ചരിഞ്ഞിരിക്കും. പക്ഷെ ഇങ്ങനെ കൊലയായിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. എല്ലാം പാല ചെടിയുടെ അതേ തന്നെയാണ് എല്ലാ ഇലകളും സ്വഭാവങ്ങളും, പൂവിൻ്റെ സ്വഭാവം, കൊല കുത്തി കഴിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിലാകുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ചസ് വരുന്നുണ്ട്. മെറൂൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട്. ഞാൻ കുറേ വെറൈറ്റി കളേഴ്സ് ഇപ്പോൾ ഞാൻ കണ്ടു. ഒറിജിനൽ വൈറ്റ് മാത്രമായിട്ടും കണ്ടു, വൈറ്റിന് നടുവിൽ യെല്ലോ കണ്ടു, അതുപോലെ തന്നെ ഇപ്പം മെജന്ത, ഓറഞ്ച്, യെല്ലോ അങ്ങനെയുള്ളത് കണ്ടു. അങ്ങനെ പിന്നെ ചന്ദന കളർ കണ്ടു, അതിൻ്റെ നടുവിൽ മെറൂൺ കളറായിട്ട്. വളരെ റെയറായിട്ടാണ് ഞാനത് കണ്ടത്. എല്ലാത്തിൻ്റെ നടുവിൽ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ചാണ് കണ്ടിരുന്നത്. അത് മാത്രം ഞാൻ ഒരു യാത്ര പോകുമ്പോൾ കണ്ടതാണ്. നല്ല ഭംഗിയുണ്ട്. അതെന്ന് വെച്ചാൽ ഒരുപാട് വർഷത്തെ മരാൻ തോന്നുന്നുണ്ട്, ഒരുപാട് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അപ്പോൾ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോഴാണ് ഞാനിതിൽ ഉൾപ്പെടുത്താനായിരുന്നു, റെയർ കളർ ആയതുകൊണ്ട്. പക്ഷെ അതൊരു യാത്രയിലായതുകൊണ്ടും നമുക്കത് നിർത്താനുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് അത് എടുക്കാഞ്ഞത് ആ വീഡിയോ. അപ്പോൾ ഈ ഒരു കളറും ഈ ഒരു കോമ്പിനേഷനും ഇഷ്ടപ്പെട്ട. ഇതിൽ നമുക്ക് തോന്നും വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെന്താ പറയുക, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മെറൂൺ ഉണ്ട്, സെൻട്രൽ മെറൂൺ. ഇത്രയും കളർ നമുക്ക് ഈ ഒരെണ്ണത്തിൽ, മെജന്ത അടക്കം ഇത്രയും കളർ നമുക്ക് ഈ ഒരെണ്ണത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ 2 കളറേ ഉള്ളൂ. അതാണ് ഈ പൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഏത് വെറൈറ്റി കളേഴ്സ് എടുത്താലും ഇതിൽ വരുന്ന വ്യത്യാസങ്ങൾ അങ്ങനെയാണ്. 3-4 കളർ ഇത് ഫീൽ ചെയ്യും, പക്ഷേ ഒറ്റ കളറിലോ 2 കളറിലോ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടവർ അത് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആരും കമൻറ്റ് ഇടാറില്ല, അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ കമൻറ്റ് ഇടുക, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായേ പറ്റൂ, അല്ലാതെ എന്താ ചെയ്യുക. കണ്ടോ, മേലോട്ടാണ് ഈ ഫ്ലവറിൻ്റെ നിൽപ്പിട്ട. ഇതിൻ്റെ ഇലയൊക്കെ നോക്കി ഞാൻ ആദ്യം തന്നെ അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. കണ്ട, ഇതിൻ്റെ ഇല പാലയുടെ ഇലയുടെ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.